പാട്ട് കോപ്പിറൈറ്റ് കിട്ടുമെന്ന് അറിയില്ല. ഞാൻ പറഞ്ഞല്ലോ ഹൗസ് വാമിങ്ങിൻ്റെ അന്ന് എൻ്റെ ഡ്രസ്സിന് സിബ് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിവിടെ കസവ് കേന്ദ്രയിൽ വന്നതാണ് അത് പറയാൻ വേണ്ടിയിട്ട്. ഇവിടുത്തെ ഫ്ലോർ മാനേജറാന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ ആരാണ് എനിക്ക് അടുത്ത് തന്ന സ്റ്റാഫ് എന്ന് ചോദിച്ചു. സിബ് ഇടാൻ നോക്കിയ സ്റ്റാഫ്. ഞാൻ പറഞ്ഞ ഒരു മെലിഞ്ഞൊരു മുസ്ലിം കുട്ടിയാണ്, എനിക്ക് അത്രേ അറിയുള്ളൂ. അടുത്തത് അവർക്ക് അറിയേണ്ടതെന്ന് വെച്ചാൽ ആ കുട്ടി ഏതാ ഡ്രസ്സ് ധരിച്ചതെന്നുള്ളത്. കുറേ ഞാൻ ക്ഷമിച്ചു നിന്നു. മാനേജർ നല്ലൊരു മനുഷ്യൻ, നല്ല സ്വഭാവം കേട്ടോ. പക്ഷേ ഫ്ലോർ മാനേജർ പക്ക എന്താ പറയുക, തറ സ്വഭാവം എന്ന് കേട്ടിട്ടില്ലേ? തറകളെടുത്ത് നമ്മൾ തത്തറയായിട്ട് സംസാരിക്കണം എന്നും കേട്ടിട്ടില്ലേ? ഇയാളുടെ സംസാരം കേട്ടാൽ തോന്നും നമ്മൾ ഇതുണ്ടല്ലോ വെറുതെ ഇവിടെ വന്നിട്ട് കച്ചറ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഈ ഡ്രസ്സ് മാറ്റിയെടുക്കുക. ഇവിടുത്തെ ഞാൻ അവരോട് പറഞ്ഞു, ജസ്റ്റ് ഞാൻ ഇത്രയും കാലം പർച്ചേസ് ചെയ്തതിൻ്റെ ബില്ല് നിങ്ങൾ നോക്കുക, സെയിം നമ്പറാണ് കൊടുക്കുന്നത്. ഏകദേശം എത്ര എമൗണ്ടിൻ്റെ ഡ്രസ്സ് ഞാൻ ഇവിടുന്ന് കളക്ട് ചെയ്ത് പോയിട്ടുണ്ട് എന്നുള്ളതൊന്ന് നോക്കുക. പിന്നെ ഇത്രയും ഒരു പൈസയുടെ 3500 രൂപയുടെ ഒരു ഡ്രസ്സ് എനിക്കൊരു ഫങ്ഷന് ഇടാൻ നോക്കിയിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ അതും നമ്മൾ പറയേണ്ട ഒരു സംഭവമാണ്. 3300 രൂപ അതിൻ്റെ ക്യാഷ് ഞങ്ങൾക്ക് കിട്ടാൻ പോവാത്ത അപ്പം എന്നിട്ട് ശരി കേട്ടോ. അപ്പം അങ്ങനെ നമ്മളെന്തോ ഇറക്കാൻ വന്നതിൻ്റെ മാതിരിയാണ് കസവ് കേന്ദ്രക്കാർ പെരുമാറിയത്. ഇപ്പം അതാ എമൗണ്ട് എനിക്ക് തിരിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ മാനേജർ എന്ന് പറയുന്നത് പക്ക ഒരു നല്ലൊരു മനുഷ്യന്, ഒരു കുഴപ്പമില്ല, ഒരു നല്ല രീതിയിലുള്ള മനുഷ്യന്. പക്ഷെ ഫ്ലോർ മാനേജർ, അവിടുത്തെ സ്റ്റാഫ് എന്താണ് ഡ്രസ്സ് ഇട്ടത്, എങ്ങനെയാണ് ഡ്രസ്സ് ഇട്ടത് വയ്യത് ഞാൻ പറഞ്ഞ് ഡ്രസ്സ് സ്റ്റാഫ് ഇന്നറാണോ ഇട്ടത്, ബ്രേ ആണോ ഷഡ്ജമാണോ ഇട്ടതെന്ന് നോക്കാൻ എനിക്ക് നേരം കിട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ എന്താ വെച്ചാൽ അതിന് ചെയ്ത് ഞാൻ കുറച്ച് ഒച്ചത്തിൽ തന്നെ സംസാരിച്ചു. കാരണം അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മളെന്തോ ഇരക്കാൻ ചെന്നതിൻ്റെ അവസ്ഥയിലാണ് ഇവർ പെരുമാറിയത്. അപ്പം ഞാൻ ആ ഒരു ദിവസം അവിടെ നാണം കെട്ടതിൽ അവർക്ക് വിഷയമല്ല. അവരൊരു സിബ് വെച്ച് തരാം, അദ്ദേഹത്തിന് ഒരച്ഛനെ കെട്ടിക്കാൻ വേണ്ടിയിട്ടോ. അപ്പോൾ അത് പറഞ്ഞപ്പോൾ പിന്നെ അവർ കുറച്ച് ഞാൻ ഒച്ച ഉണ്ടാക്കുമെന്ന് കേട്ടപ്പം ഞാനിതൊക്കെ പോസ്റ്റ് ചെയ്യുമെന്ന് കണ്ടപ്പം അവർ മാന്യമായപ്പോൾ പൈസ തരുന്ന സമയത്ത് പ്രാഗിയിട്ട് തരൂലേ, അതേപോലെ തന്നത്. ഞങ്ങൾക്കിത് റിട്ടേൺ പോകാത്ത സാധനമാണ് പറഞ്ഞു. റിട്ടേൺ പോകുന്നില്ലേ, നല്ല സ്റ്റാഫിനെ വെക്കണേ, സ്റ്റാഫിനെ വെച്ചിട്ട് സ്റ്റാഫ് അങ്ങനെയല്ല പറയേണ്ടത്. നിങ്ങൾക്കൊക്കെ അറിയാവുന്നൊരു സംഭവം ഞാൻ വീഡിയോസിലൊക്കെ പോസ്റ്റ് ചെയ്തത്. അന്ന് ഒരു സമയത്ത് ഞാൻ ട്രയലിട്ട് നോക്കി എന്നല്ലാതെ പിന്നെ ഒരു ട്രയലിട്ടൊരു വീഡിയോസ് പോലും ഞാൻ എവിടെയും പോസ്റ്റ് ചെയ്തിട്ടില്ല. കൈ വെക്കുന്ന ദിവസമൊക്കെ ഞാൻ അത്രമേൽ തിരക്കായിട്ടായിരുന്നു കൈ വെക്കാനും ഇതാക്കാനൊക്കെ നിന്നത്. അപ്പോഴും എനിക്കത് ഇട്ട് നോക്കാൻ നേരം കിട്ടിയില്ല. എന്നാൽ ഇവിടെ അയാൾ പ്രാഗി അങ്ങാൻ തന്നതിൻ്റെ മാതിരി. എനിക്ക് അതിനെക്കാട്ടും വലിയ പൈസ ഞങ്ങൾക്ക് ഇടയ്ക്ക് ഇതൊന്നും ചെയ്താൾട്ടെ അതിനെക്കാട്ടും വലിയ പൈസ ഞങ്ങൾക്ക് ചിലവായി നിൽക്കുന്ന സാഹചര്യമാണ്. അപ്പം ഇയാളുടെ ഒരു ഡയലോഗ് കൊണ്ട് മാത്രമാണ് ഞാൻ ടെക്സ്റ്റ് ഉണ്ടാക്കി. നല്ല രീതിയിൽ സംസാരിച്ച് നമ്മൾ ഇതാക്കും. അപ്പോൾ ഒട്ടുക്കമ്മതൊരു സംഭവം തന്നെ കേട്ടോ ഇത്. ഏതായാലും അവർ പ്രാഗിയിട്ട് പൈസ തിരിച്ചു തന്നിട്ടുണ്ട് എന്നുള്ള വിവരവും ഞാൻ പറയാണ്. പ്രത്യേകിച്ച് പറയാണ് കോഴിക്കോട് കസവ് കേന്ദ്രം. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നാൽ ഓടി ഇങ്ങോട്ട് വന്നിട്ട് ഒരു കാര്യമില്ല പൊന്നാല മക്കളെ. ഓര് നമ്മളെ മേലത്ത് ഞാൻ പറഞ്ഞു നിങ്ങൾ ആരെങ്കിലും ഒന്ന് ഇട്ട് നോക്കിയിട്ട് സിബ് കയറുന്നുണ്ടോ ഇല്ലയോ നോക്കി. അല്ലാത്ത നോർമൽ സിബ് കയറുന്നതും കയറാത്തതും നോക്കണം. കംപ്ലൈൻ്റ് ആയിട്ട് തന്നെയാണ് ഞാൻ അയാളുടെ കയ്യിൽ എത്തിച്ചതും. എന്നിട്ട് അയാൾ എൻ്റെ എല്ലാ വീഡിയോസിലും എടുത്ത് നോക്കിയാലും കാണാം സൈഡ് വല്ലാത്തൊരു അബദ്ധത്തിലാണ് നിൽക്കുന്നത്. ഏതായാലും ഓൾക്ക് തെറ്റി പറ്റിയെന്നുള്ളത് മനസ്സിലായിട്ട് അവരങ്ങനെയല്ല വർത്താനം. ഫ്ലോർ മാനേജർ എന്ന് പറയുന്നത് പക്കാ തറയാ. പക്ഷെ മാനേജർ സൂപ്പറാട്ടോ, അത് ഞാൻ പിന്നെയും പറഞ്ഞുതരാം. മാനേജർ സൂപ്പറാണ്. ഫ്ലോർ മാനേജർ പക്കാ തറ എന്ന് വെച്ചാൽ ലോക്കൽസിനെക്കാട്ടും വലിയ ലോക്കൽസിനെയാണ് ഇവിടെ കസവ് കേന്ദ്രയിൽ ഇവർ മാനേജറാക്കിയിട്ട് വെച്ചത്. ഇതിൻ്റെ മുതലാളിനോടാണ് പറഞ്ഞാൽ ഫ്ലോർ മാനേജറെ മതി, ഞങ്ങൾക്ക് കച്ചവടം ഉണ്ടാവും, അല്ലേ ഞങ്ങൾ പൊട്ടിപ്പാളീസായി പോകും, ഉറപ്പാ, ഒരു സംശയമില്ല. ഞാനല്ലേ പറയുന്നത്. കസവ് കേന്ദ്രയിലത്തത് എന്താണ് ഇഷ്യൂ എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അന്നപ്പോൾ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ പറ്റിയില്ല.
മെയ് 1-ാം തീയതി ഞാൻ ഹൗസ് വാമിങ്ങിന് വേണ്ടിയിട്ട് ജൂൺ 1 ഹൗസ് വാമിങ്ങിന് വേണ്ടിയിട്ട് മെയ് 1-ാം തീയതി അവിടെ പോയിട്ട് ഒരു ലെഹങ്ക മേടിച്ചിട്ടുണ്ടായിരുന്നു. 3300 സംതിങ് ആയി എൻ്റെ റേറ്റ് വരുന്നത്. അപ്പം നമ്മൾ ട്രയലിട്ട് നോക്കിയല്ലോ, ട്രയലിട്ട് നോക്കുന്ന സമയത്ത് ഈ സൈഡ് സിബ് കയറുന്നില്ല. അപ്പോൾ കയറാത്തപ്പോൾ ഞാൻ അവിടുത്തെ ഒരു സ്റ്റാഫിനെ വിളിച്ചിട്ട് ഞാൻ ആ കുട്ടീനോട് പറഞ്ഞു ഇതൊന്ന് സിബ് ഒന്ന് തരുമോ, കാരണം എൻ്റെ കൂടെ 2 മക്കളാണുള്ളത്. അപ്പോൾ ഈ കുട്ടി എത്ര ട്രൈ ചെയ്തിട്ട് ഇത് കയറുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞത് ഇതിന് കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ എന്നോട് അല്ല, അത് നിങ്ങൾ ഇട്ടപ്പോൾ എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റിയതാണ്, ഇത് അല്ലാത്ത പക്ഷം ഒരു കുഴപ്പമില്ല. അതാണ് ഓക്കെ, അല്ലാത്ത പക്ഷം ഒരു കുഴപ്പമില്ല, നമുക്കത് എടുക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടമായ ലെഹങ്കയാണ്. അങ്ങനെ ഞാനത് എടുത്തു. എനിക്ക് പിന്നീട് ഒരു ദിവസം പോലും ഞാൻ ട്രയൽ ചെയ്തിട്ട് നോക്കാൻ പറ്റില്ല, കാരണം എനിക്ക് ഷേപ്പായിട്ട് നിൽക്കുന്നതാണ്, എനിക്ക് ഷേപ്പ് ആക്കണ്ട, പിന്നെ കൈ വെച്ചാൽ മതി. കൈ വെക്കണോ വെക്കണ്ടേ എന്നുള്ളൊരു ചെറിയൊരു ഇതില്ലായിരുന്നു. പിന്നെ ചെറിയൊരു നെറ്റ് സ്ലീവ് വെക്കുകയും ചെയ്തു. അപ്പോൾ അവർ ചോദിക്കുന്ന നെറ്റ് സ്ലീവ് വെച്ചിട്ട് നിങ്ങൾക്ക് അത് ഇട്ട് നോക്കിയില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ അതും ചെയ്തിട്ടില്ല, കാരണം ഹൗസ് വാമിങ്ങിൻ്റെ തലേന്നാണ് നെറ്റ് സ്ലീവ് ഇട്ട് നോക്കുന്നത്. പിന്നെ എനിക്ക് അത് ട്രയൽ ചെയ്ത് നോക്കാനുള്ള നേരമില്ല. വേറൊന്ന് ഒരു ലെഹങ്ക നമ്മൾ അളവിന് കൊടുത്തതാണ്. അപ്പോൾ പിന്നെ കുഴപ്പമില്ലാന്ന് വിചാരിച്ചു ഞാൻ ട്രയലും ഇട്ട് നോക്കിയില്ല. ഹൗസ് വാമിങ്ങിൻ്റെ അന്ന് രാവിലെ ഞാൻ ഈ ലെഹങ്ക ഇട്ട് നോക്കുന്ന സമയത്ത് സിബ് ഇടാൻ പറ്റുന്നില്ല. എങ്ങനെ നോക്കിയിട്ട് സിബ് ഇടാൻ പറ്റുന്നില്ല. എനിക്ക് ടൈറ്റും കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് വീഡിയോസിലൊക്കെ എടുത്ത് നോക്കിയാൽ കാണാം, വളരെയധികം ലൂസുള്ളൊരു സംഭവമാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ എനിക്ക് ഇടാൻ പറ്റുന്നില്ല. അങ്ങനെ ഇന്ന് അവിടെ ചെന്നപ്പം മാനേജർ നല്ല മാന്യമായ രീതിയിലാണ് സംസാരിച്ചത്. ഫ്ലോർ മാനേജറിനോട് ചോദിച്ചു സ്ലീവ് വെച്ച സമയത്ത് നിങ്ങൾ ഇട്ട് നോക്കിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇട്ട് നോക്കിയില്ല, എനിക്ക് ടൈം കിട്ടിയിട്ടില്ല. അതാണ് ഒരു സ്ലീവ് വെച്ച് ആരായാലും ഇട്ട് നോക്കും, നിങ്ങൾ ഇട്ട് നോക്കിയില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇട്ട് നോക്കാം, സമയം കിട്ടാത്തതുകൊണ്ട് ഇട്ട് നോക്കിയിട്ടില്ല എന്നാണ്. പിന്നെ എന്നോട് ചോദിച്ചു എനിക്കത് സൈഡ് സിബ് ഇട്ട് തന്ന സ്റ്റാഫ് ഏതാണെന്ന് ഓർമ്മയുണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒരു മുസ്ലിം കുട്ടിയാണ്, ഒരു മെലിഞ്ഞ മുസ്ലിം കുട്ടിയാണ്. യൂണിഫോം ആണോ കളറാണോ ഇട്ടതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, അത് നിങ്ങൾക്കറിയാണ്ട് എങ്ങനെയാണ് ഞങ്ങൾ അവരെ നോക്കുകയെന്നാണ്. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് അവിടെ CCTV ദൃശ്യം ഉണ്ടാവും, ഞാൻ ഡേറ്റ് പറഞ്ഞു തരാം. ഒരാൾ ട്രയൽ റൂം കയറിയിട്ട്, ഒരു സ്റ്റാഫും ട്രയൽ റൂം കയറിയിട്ട് ഇത്ര സമയം കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടില്ലേ നിങ്ങൾക്ക് ചിന്തിക്കാം, അതിനെന്തെങ്കിലും കുഴപ്പമുണ്ട്, അത് നിങ്ങൾ നോക്കുമെന്ന് പറഞ്ഞു. അത് നോക്കാൻ അവർക്ക് നേരമില്ലായിരുന്നു. പിന്നെയും ഞാൻ പറഞ്ഞു, പിന്നെ ഇവരോട് നിങ്ങൾ അവർ കളറാണോ അല്ലയോ എന്ന് നോക്കാതെ ഞങ്ങൾ എങ്ങനെയാണ് അത് പറയാമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ അയാളോട് പറഞ്ഞു പച്ചക്ക് പറഞ്ഞത് ഡ്രേ ആണോ ഷഡ്ജമാണോ ഇട്ടതെന്ന് നോക്കാൻ എനിക്ക് നേരം കിട്ടിയിട്ടില്ല. അവിടെ 10-35 സ്റ്റാഫ് ഉണ്ടെന്ന് ഇവർ തന്നെയാണ് പറയുന്നത്. ആ സ്റ്റാഫിൽ ഏതാണെന്ന് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞു കൊടുക്കുക. അതാണ് ഏതായാലും കസവ് കേന്ദ്രക്കാർ പ്രാഗിയിട്ട് നമുക്ക് പൈസ റിട്ടേൺ തന്നിട്ടുണ്ട്, പ്രാഗി തന്നതാണ്. അതുകൊണ്ട് ആ പ്രാക്ക് ഞാനും അരുണോ ഡ്രസ്സ് മേടിക്കാമെന്നല്ലാതെ വേറെ ഒരു കാര്യത്തിനും എടുക്കാൻ പോകുന്നില്ല. ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് എന്തെങ്കിലും ഒന്ന് മാറ്റി തന്നാൽ മതിയായിരുന്നു, എൻ്റെ ഒരു മനസ്സമാധാനത്തിന്. അത് ഇത്ര പൈസൻ്റെ ഇത്ര കാര്യത്തിൻ്റെ ഒന്നുമില്ല. ഞാൻ അന്ന് നാണം കെട്ടതിന് സ്വയം മനസ്സമാധാനിക്കാൻ വേണ്ടിയിട്ട് ഇത്ര ഒന്നുമില്ല. പക്ഷെ അവരുടെ പെരുമാറ്റം കൊണ്ട് മാത്രമാണ് ഞാൻ പിന്നെ ആ പൈസ മേടിച്ചങ്ങ് പോകുന്നത്. ഞാൻ വിചാരിച്ചത് ഒരു 500 രൂപേൻ്റെതാണെങ്കിലും ഞാനത് മാറ്റി വാങ്ങിയിട്ട് ഞാൻ ഇങ്ങ് പോകില്ലേ, എൻ്റെ ഒരു മനസ്സമാധാനം. കാരണം ആർക്കായാലും നഷ്ടം തന്നെയാണ്. എൻ്റെ പേരിൽ ആരും പ്രാകരുത് എന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. പക്ഷേ ആ ഫ്ലോർ മാനേജർ ഒരാൾ കസവ് കേന്ദ്രൻ്റെ മുതലാളിനോട് ഇപ്പോഴും ഞാൻ പറയാണ്, ഫ്ലോർ മാനേജറെ മാറ്റിക്കോളി, നിങ്ങൾക്ക് കച്ചവടം കിട്ടും, ഇല്ലെങ്കിൽ നിങ്ങൾ പൂട്ടിപ്പോരെ കുത്തിരിക്കുക തന്നെ ചെയ്യും. ഓക്കെ, അതാ.